ഹലോ, ഞാൻ ടെസ്റ്റ് ലാംഗ്വേജിലെ എക്കണോമിക്സിന്റെ ഫാക്കൽറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നിവിടെ എല്ലാ എക്കണോമിക്സിലും നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നൊരു പേപ്പറിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എക്കണോമിക്സ് ഗ്രോത്ത് എന്നാണ്. ഇതിന്റെ കോഡ് വരുന്നത് NPC 104 ആണ്, അതായത് 104. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പേപ്പർ എന്താണെന്ന് മൊത്തത്തിൽ പരിചയപ്പെട്ടാലോ. അപ്പോ ഈ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ മൊത്തം നമുക്ക് 8 ബ്ലോക്കുകളുണ്ട്. അതിൽ തന്നെ നമുക്ക് ടോട്ടൽ 30 യൂണിറ്റ് ഉണ്ട്. ഇത് കേട്ടാരും പേടിക്കണ്ട, നമുക്കിതൊക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ബേസിക്കലി മൊത്തത്തിൽ നമുക്ക് തിയറീസ് ആണ് വരുന്നത്. അതിലും മൊത്തത്തിൽ കോംപ്ലിക്കേഷനും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ ആദ്യം ചോദിക്കട്ടെ, ഈ എക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെന്റും എന്താണ്? എന്തൊന്നാണ്? സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ സാമ്പത്തിക വികസനം രണ്ടും വളർച്ചയും വികസനമൊക്കെ ഒരുമിച്ച് ഒന്നായിട്ട് തോന്നുന്നുണ്ടോ? എന്നല്ല, എക്കണോമിക് ഗ്രോത്ത് വേറെയാണ്, എക്കണോമിക് ഡെവലപ്മെന്റും വേറെയാണ്. അപ്പോൾ എന്താണ് എക്കണോമിക് ഗ്രോത്ത് എന്നുള്ളത് പറഞ്ഞാണെങ്കിൽ നമ്മുടെ നാഷണലിന്റെ ഇൻകം, GDP, അതുപോലെ പ്രൊഡക്ടിവിറ്റി, ഔട്ട്പുട്ട്, ഇത്തരം കാര്യങ്ങളിൽ വർധനവ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതാണ് എക്കണോമിക് ഗ്രോത്ത്. അപ്പൊ ഡെവലപ്മെന്റ് എന്തായിരിക്കും? നമ്മുടെ സോഷ്യലി പൊളിറ്റിക്കലി നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, നമുക്ക് നല്ല ഹെൽത്ത് കെയർ കിട്ടുന്നുണ്ട്, പോവർട്ടി ഒന്നുമില്ല, ഇൻക്വാളിറ്റീസും ഒന്നുമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ എക്കണോമിക് ഗ്രോത്തും അതുപോലെ എക്കണോമിക് ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഇനി നമുക്ക് ബ്ലോക്ക് വൈസ് ഒന്ന് നമുക്ക് മൊത്തം 8 ബ്ലോക്കുകളുണ്ട്. അതിൽ ഫസ്റ്റ് ബ്ലോക്കാണ് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഇതിൽ നമുക്ക് മൊത്തം വരുന്നത് 4 യൂണിറ്റുകളാണ്. ഇതിൽ തന്നെയാണ് ജസ്റ്റ് നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എക്കണോമിക് ഗ്രോത്തിനെ നമ്മൾ പരിചയപ്പെടുന്നു. അതായത് എക്കണോമിക് ഗ്രോത്ത് എന്താണ്, നമ്മൾ എങ്ങനെയാണ് അതിനെ മെഷർ ചെയ്യുന്നത്, നമ്മൾ റിസോഴ്സസ് ഒക്കെ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മെയിൻ ആയിട്ട് 3 മോഡൽസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഹാരോൾഡ്, നിയോക്ലാസിക്കൽ, പിന്നെ കാംബ്രിഡ്ജ് ഡെവലപ്മെന്റ്. ഇങ്ങനെ 3 യൂണിറ്റ്സിനും കൂടെ നമുക്ക് മൊത്തം 3 മോഡൽസ് നമുക്ക് ഇതിൽ പരിചയപ്പെടാനുണ്ട്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ബ്ലോക്ക് നോക്കിയാലോ. രണ്ടാമത്തെ ബ്ലോക്ക് വരുന്നത് ടെക്നോളജി, പ്രൊഡക്ടിവിറ്റി ആൻഡ് ഗ്രോത്ത്. അതിൽ തന്നെയുണ്ട്. ഇതിൽ നമുക്ക് മൊത്തം 4 യൂണിറ്റ് വരുന്നുണ്ട്. ഈ 4 യൂണിറ്റിലും പറയുന്നത് വേറൊന്നുമല്ല, ഈ ഒരു ടെക്നോളജി എങ്ങനെയാണ് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു റിലേഷൻഷിപ്പ് എന്താണ്, ടെക്നോളജി എങ്ങനെയാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നുണ്ടോ അല്ലെങ്കിൽ കുറയുവാണോ, എക്കണോമിക് ഗ്രോത്ത് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ബ്ലോക്ക് 3 ഈ 4 യൂണിറ്റിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ബ്ലോക്ക് 3 ഇവിടെ നമ്മൾ എക്സ്റ്റൻഷൻ ആൻഡ് ക്രിട്ടിക് ഓഫ് ഗ്രോത്ത് മോഡൽ. ഇതിൽ നമുക്ക് മൊത്തം 5 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഇതിൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു ഗ്രോത്ത് മോഡലിന്റെ എക്കണോമിക് ഗ്രോത്തും അതുപോലെ ഗ്ലോബലൈസേഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്, കറക്റ്റ് ആയിട്ട് ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ, നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണ്, അത് എൻവയോൺമെന്റുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതിന്റെ കോൺസിക്വൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊത്തം 5 യൂണിറ്റുകൾ നമ്മൾ പരിചയപ്പെടുന്നത്. 3 ബ്ലോക്കുകളിലും കൂടിയാണ് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ പറ്റി പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ബാക്കിയുള്ള 4 ബ്ലോക്ക്, 4ാമത്തെ ബ്ലോക്ക് തൊട്ട് നമ്മൾ എക്കണോമിക് ഡെവലപ്മെന്റിനെ പറ്റിയാട്ടോ പറയുന്നത്. അതെ, അപ്പോൾ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് നമുക്ക് ഈ ഒരു 3 ബ്ലോക്കുകളിലും കൂടെ ആയിട്ട് ഈ ഒരു ഇത്ര യൂണിറ്റ്സ് മാത്രമേ നമുക്കത് ഇതിൽ പഠിക്കാനുള്ളൂ. 13 യൂണിറ്റിലും കൂടെ ആയിട്ടാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്തിനെ പറ്റി പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് പഠിക്കാനുള്ളത് എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണെന്ന്. നമുക്ക് 4ാമത്തെ ബ്ലോക്ക് നോക്കിയാലോ. നാലാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നാലാമത്തെ ബ്ലോക്കിൽ മൊത്തം 3 യൂണിറ്റ് ആണ് വരുന്നത്. അതുപോലെ 5ാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഈ ഒരു എക്കണോമിക് ഡെവലപ്മെന്റിനെ പറ്റി തന്നെയാണ് പറയുന്നത്. ഈ 5ാമത്തെ യൂണിറ്റിൽ നമുക്ക് അതും 4 യൂണിറ്റ് നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഈ ഒരു 4ാമത്തെ 5ാമത്തെ ബ്ലോക്കും കൂടെ നമുക്ക് 7 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മൾ ഈ ഒരു എക്കണോമിക് ഡെവലപ്മെന്റിനെ മൊത്തം പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതിന്റെ നേച്ചർ എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, നമ്മുടെ ഈ ഒരു എക്കണോമിക് ഡെവലപ്മെന്റിന്റെ പ്രോസസ് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, എങ്ങനെയാണ് അതെങ്ങനെയാണ് മറ്റ് റിസോഴ്സസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്, അതുപോലെ ഈ ഒരു അണ്ടർ ഡെവലപ്മെന്റും അതുപോലെ ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇത് കൊണ്ടുവരുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ മൊത്തം 7 യൂണിറ്റും കൂടെ നമുക്ക് പഠിക്കാൻ. ഓക്കെ, ഇപ്പൊ ബ്ലോക്ക് 6 നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഇതിൽ 3 യൂണിറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൈറ്റ്സുകൾ എന്തൊക്കെയാണ്, ജെൻഡർ ഈക്വാലിറ്റി, അതുപോലെ മറ്റ്
ആയിട്ടുള്ള റൈറ്റ്സ്, ഇതൊക്കെ ഡെവലപ്മെന്റുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ഏഴാമത്തെ ബ്ലോക്ക് നോക്കിയാലോ. ഏഴാമത്തെ ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റേറ്റ്, മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിൽ മൊത്തം 3 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഇതിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ സ്റ്റേറ്റും മാർക്കറ്റും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എങ്ങനെ എക്കണോമിക് ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്നു. അതായത് ഈ ഒരു എക്കണോമിക് ഡെവലപ്മെന്റിനെ എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യുന്നത്, അതുപോലെ ഇതിന്റെ ക്ലൈമറ്റ് ചേഞ്ച്, നാച്ചുറൽ റിസോഴ്സസ് മാനേജ്മെന്റ്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റിനെ ബാധിക്കുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ 8ാമത്തെ ബ്ലോക്ക്, റിഫ്ലക്ഷൻ ഓൺ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ്. ഇതിൽ നമുക്ക് 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന പോലെ ചൈന, ഇന്തോനേഷ്യ, ബ്രസീലിയ, സൗത്ത്. ഈ ഒരു 4 രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡിന്റെ റോളുകൾ എന്താണ്, സേവിങ്സിന്റെ റോൾ എന്താണ്, ആ ഒരു ഡെവലപ്മെന്റ് റോൾ എങ്ങനെയാണ് വരുന്നത്, നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെ ഉണ്ടാവുന്നത് മെച്ചങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മൊത്തം 8 ബ്ലോക്കുകളുണ്ട്, 30 യൂണിറ്റുകളുണ്ട്. അതിൽ 13 യൂണിറ്റ് ഗ്രോത്തിനെ പറ്റിയിട്ടും ബാക്കിയുള്ള യൂണിറ്റ്സ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ടുമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ അടുത്ത ദിവസം തൊട്ട് നമുക്ക് ഓരോ യൂണിറ്റ്സുകളും എന്താണെന്ന് പരിചയപ്പെടാം. താങ്ക് യു.